2024 Phase 1 JEE 30th January Shift 1 Question number 15. തെർമോഡൈനാമിക്സിലൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഫിഗർ തന്നിട്ടുണ്ട്. ഒരിടത്ത് ടാൻ ഇൻവേഴ്സ് ആൽഫയും ഇത് 45 ഡിഗ്രി. അപ്പോൾ ഗാമ ഈക്വൽ ടു ഇവിടെ 1 ആണ്, ഇവിടെ ഗാമ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, പ്രോസസ് എ ഉണ്ട്, പ്രോസസ് ബി ഉണ്ട്. ലോഗ് ബി വേഴ്സസ് ലോഗ് വി ഗ്രാഫാണ് നമുക്ക് തന്നേക്കുന്നത്. ദ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ പ്രോസസ് എ ആൻഡ് ബി ആർ സി എ ആൻഡ് സി ബി. അപ്പോൾ സി എ ഉണ്ട്, സി ബി ഉണ്ട്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി, കോൺസ്റ്റന്റ് പ്രഷേഴ്സ് ആൻഡ് വോളിയം ആർ സി പി ആൻഡ് സി വി. ഓക്കെ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഈ പി വി റിലേഷൻ എന്നാണെന്ന്. ഓക്കെ, എന്താ പ്രോസസ് എയിനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രാഫിൽ നിന്ന് ലോഗ് പി ഈക്വൽ ടു ഗാമ ലോഗ് വി എന്നെഴുതാം. ലോഗ് പി ഈക്വൽ ടു ഗാമ ലോഗ് വി. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പി വി റൈസ് ടു മൈനസ് ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നെഴുതാം. ഗാമ ഗ്രേറ്റർ ദാൻ എന്താണ്, 1 ആണ്. സ്ലോപ്പ് പോസിറ്റീവ്. അപ്പോൾ അത്രയും നമ്മൾ അവിടെ നിന്ന് എഴുതി. അതുകൊണ്ട് നമുക്ക് സി എ ഈക്വൽ ടു സി വി പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഗാമ റിലേഷൻ ഉള്ളതാണല്ലോ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ എന്താണ്, 1. അങ്ങനെയാണെങ്കിൽ പ്രോസസ് ബീനെ സംബന്ധിച്ചിടത്തോളം എന്ത് പറയാം, സി ബി ഈക്വൽ ടു വീണ്ടും സി വി തന്നെ എഴുതി, പ്ലസ് അല്ലേ, പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് അവിടുത്തെ ഗാമ 1 ആണ്. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. അവിടുത്തെ ഗാമ എത്രയാണ്, 1 ആണ്. അപ്പോൾ സി ബി ഈക്വൽ ടു സി വി പ്ലസ് ആർ ബൈ 2 എന്നെഴുതാം. ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ 2 ഇക്വേഷൻ. അടുത്ത മൂന്നാമത്തേലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഒരു പുതിയ പേജ് എടുത്തോട്ടെ. മൂന്നാമത്തേലേക്ക് നമുക്ക് കിടക്കാം. സി പി എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സി വി പ്ലസ് ആർ ആണെന്ന് അറിയാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3 എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഈ 1ഉം 2ഉം 3യും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലായേ, ഇവിടെ R/2 ആണ് ആഡ് ചെയ്യണത്, മറ്റിടത്ത് 6 ആണ് ആഡ് ചെയ്യണത്. ശരിയല്ലേ? അപ്പോൾ ഏറ്റവും വലുത് സി പി ആണ്. അത് കഴിഞ്ഞാൽ സി ബി ആണ്. കാര്യം എന്താ, R/2 ആണ്. ശരിയല്ലേ? അടുത്തത് വലുത് സി എ ആണ്, അടുത്തത് സി വി ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് കാണുന്നില്ല എന്നാണ് നമ്മൾക്ക് അറിയാവുന്നത്. ശരിയല്ലേ? അപ്പോൾ ആ ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ അത് കൊണ്ട് ഇതൊരു ബോണസ് മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇതിൻ്റെ മാർക്ക് കിട്ടി കാണും. ഓക്കെ, താങ്ക് യു.